പ്രതീഷ് പറയൂ, എന്തായാലും ഒരാശങ്ക ഒഴിഞ്ഞു കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നെല്ലാം തൃപ്തിയായി കാര്യങ്ങൾ കടന്നുപോയി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായും ശബരിമല സന്നിധാനത്ത് നിലവിൽ മറ്റ് ആശങ്കകളൊന്നും തന്നെ ഇല്ല. വളരെ സുഗമമായ രീതിയിൽ തന്നെ തീർത്ഥാടകർ ദർശനം നടത്തി മടങ്ങുകയാണ്. ഇന്നലെ ഉണ്ടായിരുന്ന സാഹചര്യമല്ല ഇപ്പോൾ സന്നിധാനത്ത്. പോലീസിന്റെ ഇടപെടൽ കൃത്യമായി ഉണ്ട്. പമ്പയിലും നിലയ്ക്കലും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ സന്നിധാനത്തെ തിരക്ക് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധനവുണ്ടെങ്കിൽ പോലും അത് പോലീസിന്റെ നിയന്ത്രണത്തിലാണ്. അത് നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു തിരക്ക് മാത്രമേ നിലവിൽ ശബരിമല ഉള്ളൂ. 7 മണിവരെയുള്ള കണക്ക് പരിശോധിച്ചാൽ 75,000 തീർത്ഥാടകർ ദർശനം നടത്തി എന്നതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. 1 മണിക്കൂറിൽ 3,909 തീർത്ഥാടകരാണ് 18-ാം പടി ചവിട്ടുന്നത്. ഒപ്പം 12,128 സ്പോട്ട് ബുക്കിംഗ് വഴി 7 മണിവരെ തീർത്ഥാടകർ ദർശനം നടത്തി. അത്തരത്തിൽ വളരെ സുഗമമായ രീതിയിൽ തന്നെ ഈ മുന്നോട്ട് പോവുകയാണ്. തീർത്ഥാടകർക്ക് ഇന്നലെ ഉണ്ടായിരുന്ന വലിയ പരാതികളൊന്നും തന്നെ ഇന്ന് ഇല്ല. ഇവർക്ക് ദർശനം നടത്താൻ കഴിയുന്നുണ്ട്. ഈ നാളെ മുതൽ ഈ സ്പോട്ട് ബുക്കിംഗിൽ ഉൾപ്പെടെ കർശനമായ നിയന്ത്രണം വരും. കാരണം ഹൈക്കോടതി ആ വിഷയത്തിൽ ഇടപെട്ട് സ്പോട്ട് ബുക്കിംഗ് 5,000-ആയി പരിമിതപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച വരെ ആയിരിക്കും ആ നിയന്ത്രണം ഉണ്ടായിരിക്കുക. അങ്ങനെയെങ്കിൽ ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് പമ്പയിലും നിലയ്ക്കലും നിയന്ത്രണം ഉണ്ടാകും. നിലയ്ക്കലിൽ കൃത്യമായി നിയന്ത്രണം പാലിച്ചുകൊണ്ട് മാത്രമായിരിക്കും നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് തീർത്ഥാടകരെ കയറ്റിവിടുക. നിലവിൽ 70,000 പേർക്ക് വെർച്വൽ ക്യൂ വഴിയും ഇനി 5,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയുമായിരിക്കും തിങ്കളാഴ്ച വരെ ഈ ദർശനം അനുവദിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ 2 ദിവസത്തിനകം പൂർത്തിയാകും എന്നതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത്. സന്നിധാനത്ത് അടിസ്ഥാന സൗകര്യങ്ങളുടെ വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് വരുന്ന ഇടങ്ങളിലാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുള്ളത്. അതുൾപ്പെടെ പരിഹരിക്കും എന്നതാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. ഈ വെള്ളം നൽകുന്നതിനായി കൂടുതൽ സന്നദ്ധ പ്രവർത്തകരെ ഒക്കെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഈ കുറ്റമറ്റ രീതിയിൽ വരും ദിവസങ്ങളിൽ തീർത്ഥാടനം മുന്നോട്ട് കൊണ്ടുപോകും എന്നതാണ് ദേവസ്വം ബോർഡും പോലീസും പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.